സ്നേഹത്തിന് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ എങ്ങനെ ഇതിനെ ശരിയാക്കാം? പല കുടുംബ ബന്ധങ്ങളിലും ഇത്തരത്തിലുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭാര്യയ്ക്ക് എപ്പോഴും പരാതിയാണ് ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. ഭർത്താവാണെങ്കിലോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സ്നേഹം കൊടുക്കുന്നുണ്ട്, അത് അവൾക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയുള്ള പല കുടുംബങ്ങളും ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലാണോ നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ ഞാൻ പറയുന്ന ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിയുക. എന്ന് വെച്ചാൽ, സ്നേഹത്തിന് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലിന്റെ ഒരു കുഴപ്പമാകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ, ഒരു ആങ്സിയസ് അറ്റാച്ച്മെന്റ് ഉള്ള ഒരാൾ എപ്പോഴും ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കും. എന്നെ സ്നേഹിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, എന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, റീ അഷുറൻസ് ചെയ്തുകൊണ്ടിരിക്കും, സ്നേഹത്തിന് അങ്ങനെ ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കും. വേറെ ആരോടെങ്കിലും ബന്ധമുണ്ടോ, എന്നെ വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും ഇവരിൽ ഉണ്ടാകും. ഇത് ഇവരുടെ കുട്ടിക്കാലവും കഴിഞ്ഞു പോയ പാസ്റ്റിലെ എക്സ്പീരിയൻസുകളുമാണ് ഇവരെ ഇങ്ങനെ ഒരു ക്യാരക്ടറാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പുറത്തുള്ള ഒരാൾ ഒരു പക്ഷേ ഒരു അവൈഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലും കൂടി ഉള്ള ഒരാളാണെങ്കിൽ ഇവർക്കുള്ളിൽ എപ്പോഴും തർക്കങ്ങളായിരിക്കും. ഇനി ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ എങ്കിൽ അപ്പുറത്തുള്ള ആൾ നിങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അവർ പ്രയോറിറ്റി തരുന്നില്ല, അതായത് മുൻഗണനാ ലിസ്റ്റിൽ നിങ്ങൾ അവരുടെ ലിസ്റ്റിൽ ഇല്ല എന്നുള്ളതാണ്. അവരുടെ പിറകെ നിങ്ങൾ യാചിച്ചു പോകാതിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സെൽഫ് വാല്യൂ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ നിങ്ങൾക്ക് സ്നേഹവും പരിഗണനയും കൊടുക്കാത്തിടത്തോളം അപ്പുറത്തുള്ള ആൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അതൊക്കെ തരിക? ഇത്തരത്തിലുള്ള ആളുകളുടെ പിറകെ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പൂമ്പാറ്റകളെ പിടിക്കാൻ പോകുന്നത് പോലെയാണ്. അത് പിടിക്കാൻ ചെല്ലും തോറും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. അതിന് പകരം നിങ്ങളൊരു പൂവായി മാറുക. അതായത് നിങ്ങളെ വളർത്തുക, ഉയർത്തുക.